നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ഞങ്ങളുടെ റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. റോഷിപാലാണ് ഈ വിവരം നേരത്തെ പൊതുസമൂഹത്തെ അറിയിക്കാൻ തൻ്റെ എല്ലാവിധ കഴിവുകളും ഉപയോഗിച്ച് പോരാടിയത്. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ നടി ആക്രമിക്കപ്പെട്ട നാൾ മുതൽ നടിക്കൊപ്പം നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം. ആ വാർത്താ സംഘത്തിലെ പ്രധാനിയാണ് റോഷിപാൽ. റോഷിപാൽ നൽകിയ വിവരാവകാശ നിയമത്തിൻ്റെ അപേക്ഷ പ്രകാരമാണ് നമുക്ക് റിപ്പോർട്ട് അതിവേഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, ഒരുപാട് പേര് ഗുഡ് മോർണിംഗ്. ഒരുപാട് പേര് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ഒക്കെ എന്നോട് റോഷിപാലിന് ഒരു അഭിനന്ദനവും ആശംസയും ഒക്കെ അറിയിക്കണം. ഈ ഇരകളാക്കപ്പെട്ട മനുഷ്യർക്കൊപ്പം നിലപാട് ഉറച്ചു നിന്നതിന്, റിപ്പോർട്ട് അതിവേഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിയമപോരാട്ടം നടത്തിയതിന്, ഒടുവിൽ നമ്മുടെ റിപ്പോർട്ട് കയ്യിൽ കിട്ടുന്നു എന്ന് നമ്മൾ കരുതിയ നിമിഷം കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്നൊക്കെ പറയുന്ന പോലെ റിപ്പോർട്ടിനും ലൈവിനും ഇടയിൽ നമുക്ക് ആ റിപ്പോർട്ട് നഷ്ടപ്പെടുകയായിരുന്നു. ആ ഘട്ടത്തിൽ പോലും നമ്മൾ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചു. അങ്ങനെ വലിയ നിയമപോരാട്ടത്തിൻ്റെ തുടർച്ചയിലാണ് റോഷിപാലിന് ഈ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഇനിയിപ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ള നിയമ നടപടിയും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് റോഷി കണക്കാക്കുന്നത്. നമ്മൾ ഈ WCCയിലെ ചില അംഗങ്ങളുമായിട്ടൊക്കെ ഇന്നലെ ഇൻഫോർമലായി സംസാരിച്ചിരുന്നു. അവർ ഒരു കൂടിയാലോചന നടത്തി ഒരു തീരുമാനമെടുക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിയമപരമായ ഒരു പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണോ റോഷി? അരുൺകുമാർ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി, അത് WCC സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. 2017 കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ തന്നെ അന്ന് അതിജീവിതക്ക് പിന്തുണ പ്രഖ്യാപിച്ച പല സിനിമാ നടിമാരെയും അല്ലെങ്കിൽ വനിതാ സിനിമാ പ്രവർത്തകരെയും ഇന്ന് സിനിമാ മേഖലയിൽ കാണാൻ പോലുമില്ല. അവർ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് WCC മുന്നോട്ട് വരുമ്പോൾ അവർ വലിയ വെല്ലുവിളികൾ അവർ നേരിടേണ്ടി വരും. ആ ബോധ്യം ഈ WCCയിലെ ഓരോ അംഗങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയ്ക്ക്, ഈ പോരാട്ടത്തിന് സംസ്ഥാന സർക്കാർ മാത്രമല്ല പൊതുസമൂഹവും തുറന്ന പിന്തുണ, ശക്തമായ പിന്തുണ നൽകിയാൽ മാത്രമേ ആ പോരാട്ടം ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് അല്ലെങ്കിൽ നാളെ WCC ഒരു വിശദമായ യോഗം ചേരും. ആ യോഗത്തിലാണ് ഇനി തുടർ നടപടികളിലേക്ക് പോകണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം. നിയമ നടപടികളിലേക്ക് കടക്കണോ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ സമീപിച്ച്, മുഖ്യമന്ത്രിയെ സമീപിച്ച് ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെടണമോ എന്ന കാര്യത്തിൽ ഒരു വിശദമായ ചർച്ച ഏതായാലും WCC നടത്തുന്നുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു ചർച്ച നടക്കും, ഒരു തീരുമാനവും ഉണ്ടാകും. പക്ഷേ WCCക്ക് പൊതുസമൂഹം, സംസ്ഥാന സർക്കാർ എല്ലാവരും ഒറ്റക്കെട്ടായി പിന്തുണ നൽകിയാൽ മാത്രമേ ഈ ഒരു വലിയ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുകയുള്ളൂ. അത്രയേറെ വെല്ലുവിളി നിറഞ്ഞ നാളുകളാണ് 2017 നടി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ നടന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയേറെ സിനിമാ താരങ്ങളാണ് പൂർണ്ണമായും ഈ രംഗത്തുനിന്ന് ഒഴിവാക്കപ്പെട്ടത്. സർക്കാർ മുന്നിലേക്ക് പരാതി എത്തിക്കഴിഞ്ഞു. പോലീസ് മേധാവിക്കും വനിതാ കമ്മീഷനടക്കം ഒരു പരാതി വന്നു കഴിഞ്ഞു. അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് എബിൻ വർക്കിയാണ് പരാതി നൽകിയത്. ഇന്ന് കൂടുതൽ പേർ പരാതികളുമായി പോലീസ് മേധാവിയെയും സർക്കാരിനുമൊക്കെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ പിന്നീട് സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. ഇതിൽ അന്വേഷണം വേണമോ എന്ന്. ഒന്ന്, കുറ്റകൃത്യങ്ങൾ ഈ മേഖലയിൽ 2019 വരെ റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുന്നതുവരെ നടന്ന ഒട്ടേറെ കുറ്റകൃത്യങ്ങളാണ്. ആ കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം വേണോ, ക്രിമിനൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിലാണ് തീരുമാനം വേണ്ടത്. ആ കാര്യത്തിൽ കോടതിയിൽ ഇനി ഏതെങ്കിലും ഒരു പ്രേക്ഷകൻ, ഏതെങ്കിലും ഒരു പൗരൻ പോയി കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിക്കുന്നതിന് മുമ്പ് ഈ സർക്കാർ ഒരു നിലപാടെടുക്കുന്നതാണ് എപ്പോഴും സർക്കാരിന് നല്ലത്. കാരണം ഈ കേസ് എന്തായാലും കോടതി പരിഗണിക്കുമെന്നത് ഉറപ്പാണ്. നമ്മൾ ഒരുപാട് നിയമവിദഗ്ധരുമായി ഇന്നലെ സംസാരിച്ചു. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പഴുതെന്ന് പറയുന്നത്, സർക്കാരിൻ്റെ കയ്യിൽ ആധികാരികമായൊരു സമിതി ഇവിടെ ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തി തെളിവുകളടക്കം റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ സർക്കാരിൻ്റെ കയ്യിൽ തന്നെ ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നു എന്നതിൻ്റെ തെളിവ് കിട്ടിയാൽ ആ സർക്കാർ ആ തെളിവുകൾ മേൽ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം പ്രസക്തമല്ലേ റോഷി? അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചത് ഏറ്റവും പ്രധാനം. കാരണം ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് സംഗ്രഹം, അത് 300 പേജ്. അതിനപ്പുറത്തേക്ക് മൊഴികളുണ്ട്. അതിനുമപ്പുറം ഏറ്റവും ഗൗരവമുള്ള ഞെട്ടിക്കുന്ന തെളിവുകളുണ്ട്. അതിൽ ശബ്ദങ്ങളുണ്ട്, ദൃശ്യങ്ങളുണ്ട്, ചിത്രങ്ങളുണ്ട്, അത് ചാറ്റുണ്ട്, വാട്സപ്പ് ചാറ്റുകളുണ്ട്. ചില സിനിമാ താരങ്ങളെ ഈ 2017 നടി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ അവർക്ക് പിന്തുണ നൽകിയ ഏറ്റവും പ്രമുഖയായ ചില സിനിമാ നടിമാരുടെ മൊബൈൽ ഫോണിൽ, പേഴ്സണൽ മൊബൈൽ ഫോണിലേക്ക് വന്ന പച്ചത്തെറികളാണ്.
അവർക്ക് ഒരു കാരണവശാലും അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് വന്ന വളരെ മോശമായ കമൻറ്റുകൾ, ദൃശ്യങ്ങൾ, അശ്ലീല ദൃശ്യങ്ങളടക്കം വന്ന് അവരെ മാനസികമായി ചില നടിമാരെ തകർക്കാനുള്ള ശ്രമം നടന്നു എന്നത് വലിയ ഞെട്ടിക്കുന്ന സംഭവമാണ്. ആ തരത്തിലുള്ള വലിയ തെളിവുകൾ സംസ്ഥാന സർക്കാരിൻ്റെ പക്കലുണ്ട്. ഒരു പോലീസ് അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായി ആ തെളിവുകൾ പൂർണ്ണമായും, മൊഴികൾ പൂർണ്ണമായും ആ അന്വേഷണ സംഘത്തിന് കൈമാറേണ്ടി വരും. ആ അന്വേഷണ സംഘം പിന്നീട് ഈ മൊഴി നൽകിയവരിൽ നിന്നും മൊഴി ശേഖരിക്കേണ്ടി വരും. ഏതായാലും മൊഴി നൽകുന്നവർ സുരക്ഷിതരാണ്. അവർക്ക് സംരക്ഷണം ഒരുക്കേണ്ടതൊക്കെ ബാധ്യത സർക്കാരിന് മാത്രമല്ല, അത് പൊതുസമൂഹത്തിനുണ്ട്. കാരണം കേരളത്തിൽ ഇത്രയേറെ സാക്ഷരതയിൽ മുന്നേറ്റമുണ്ടാക്കിയ സംസ്ഥാനത്ത് ഒരു തൊഴിൽ മേഖലയിൽ ഇത്രയും വലിയ ചൂഷണം വനിതകൾ നേരിട്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല ഒരാൾക്കും. വ്യക്തമാണ് റോഷി. മാത്രമല്ല, ഇനി ഒരു കാര്യം കൂടി നമുക്ക് പ്രേക്ഷകരോട് തുറന്നു പറയാം റോഷി. അതിൽ ചില തെളിവുകൾ റോഷിക്ക് അറിയാവുന്നതുപോലെ നമ്മളുടെ സോഴ്സ് നമുക്ക് ലഭ്യമാക്കിയ ചില തെളിവുകളുണ്ട്. ആ തെളിവുകൾ പലതും ഞെട്ടിക്കുന്നതാണ്. നമ്മൾ സമയമാകുമ്പോൾ അതിൽ ഓരോന്നോരോന്നായി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. കാരണം അതിലൊക്കെ ഈ സ്വകാര്യതയുടെ അംശം ഉള്ളതുകൊണ്ടും ഇരകളുടെ സ്വകാര്യതയെ സംരക്ഷിക്കുക എന്ന നിയമപരമായ ഒരു ഉത്തരവാദിത്വം നമുക്ക് നിറവേറ്റുന്നുണ്ട്. അതിലൊരു വാട്സപ്പ് ചാറ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട് റോഷി. ഈ ഒരു സ്വഭാവ നടനും ഒരു വില്ലൻ നടനും പിന്നീട് ചിലപ്പോഴൊക്കെ സഹനടനുമായി വരുന്ന ഒരു നടൻ, ആ നടൻ്റെ പേര് നമ്മൾ പറയുന്നില്ല, ആ നടൻ തൊട്ടടുത്ത നായികയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ദൃശ്യങ്ങളുണ്ട്. അതിൽ ആ നടൻ്റെ ശരീരഭാഗങ്ങളാണ് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് ഈ നായികയ്ക്ക് അയച്ചു കൊടുക്കുന്നത്. ഈ ശരീരഭാഗങ്ങൾ കാണിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹം ഈ പെൺകുട്ടിയുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. ഇത് ഒരുതരം ക്ഷണമാണ്. മറ്റങ്ങനെ ഒരുപാട് ക്ഷണമുണ്ട്. നേരത്തെ റോഷി പറഞ്ഞതുപോലെ നല്ല പച്ചത്തെറിയൊക്കെ പറയുന്ന ആളുകളുണ്ട്. രാത്രിയിൽ പോയി മുട്ടി വിളിക്കുന്നവരുണ്ട്. എനിക്കറിയാവുന്ന ഒരു നടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് റോഷി, പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ആ നടിക്ക് സെറ്റിൽ ആങ്ങളെയോ അച്ഛനോ അമ്മയോ ഇല്ലാതെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പോയാൽ താമസിക്കുന്നതൊക്കെ ചിലപ്പോൾ വലിയ ഹോട്ടലുകളിലൊക്കെ ആയിരിക്കും. പക്ഷേ അവിടെ റൂമിൽ എത്തുന്നതിന് മുമ്പ് കോൾ വരും. നമുക്ക് സിനിമയെക്കുറിച്ച് ഈ ഭാഗം ഇങ്ങനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരുമിച്ചിരുന്നൊന്ന് ആലോചിക്കണ്ടേ? ഈ പുസ്തകം താങ്കൾ വായിച്ചിട്ടുണ്ടോ? ഈ പുതിയ പുസ്തകം നല്ല പുസ്തകമാണ്. ആ പുസ്തകത്തിലെ ചില ഭാഗങ്ങളിൽ നല്ല രസകരമായ റൊമാൻറ്റിക് ഭാഗങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ കിട്ടിയിട്ട് പറയും, ഇനി ഞാൻ അങ്ങോട്ട് വേണമെങ്കിൽ ആ പുസ്തകം കൊണ്ടുവന്ന് തരാൻ കേട്ടോ എന്നൊക്കെയുള്ള ഒരു സൗജന്യം ഈ നടൻ ഈ നായികയ്ക്ക് കൊടുത്തതായിട്ട് ഒരു നായിക നടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നടിമാരെന്ത് ചെയ്യും? നടിമാർ ഇത് ഒഴിവാക്കാൻ വേണ്ടി, കാരണം ഇവരെ പെട്ടെന്ന് പിണക്കാൻ കഴിയില്ല. അങ്ങനെ പിണക്കിയാലുള്ള കുഴപ്പം പിന്നീട് ആ നടൻ അഭിനയിക്കുന്ന ഒരു സിനിമയിലും ഇവർക്ക് സ്ഥാനമുണ്ടാവില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഈ നടൻ പറഞ്ഞു അത്രേ സംവിധായകനോട്, എനിക്ക് നടിയുമായിട്ട് അങ്ങോട്ട് കെമിസ്ട്രി ശരിയാവുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് ആ നടി തന്നെ നമ്മളോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ ഇതേ നടി ഇതേപോലെ തന്നെ ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് രാത്രിയിൽ തനിക്കൊപ്പം അല്പനേരം കഴിയാൻ ക്ഷണിച്ചിട്ടും കഴിയാത്ത നായിക നടിയും ഞാനും തമ്മിലൊരു കെമിസ്ട്രി ശരിയാവുന്നില്ല എന്ന് സംവിധായകനു പറഞ്ഞു അത്രേ ഈ നായക നടൻ. അതിനെ തുടർന്ന് ആ സിനിമ പലതവണ റീടേക്ക് ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അത് ഒരു ഭാഗമായിട്ട് വിവരിച്ചു എന്ന് മാത്രം. റോഷി, ഇങ്ങനെയുള്ള മാനസിക പീഡനങ്ങളാണ് ഈ താരങ്ങൾ അനുഭവിക്കുന്നത്. അവിടെയാണ് ഇവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഒന്നുകിൽ ഈ സിനിമാ ഫീൽഡ് ഉപേക്ഷിച്ച് പോവുകയേ നിവൃത്തിയുള്ളൂ. മറ്റൊരു മേഖല, എല്ലാ മേഖലയിലും സമാനമാ അല്ലെങ്കിൽ പോലും പല ഏറിയ അളവിലും ചെറുതുമായിട്ട് പീഡനങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം പുറത്തു വരുമ്പോൾ അവരുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവർക്ക് നിയമപരമായ ഒരു പോരാട്ടം നടത്തിയാൽ ആളുകൾ പിന്നിൽ നിൽക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മാത്രവുമല്ല, ഇതിൽ ഈ തൊഴിലിടത്തെ ലൈംഗിക അതിക്രമ നിയമം ഉപയോഗിക്കുന്നതിനകത്തൊരു പരിധിയുമുണ്ട്. ഇതൊക്കെയാണ് ഈ പീഡകന്മാർക്ക്, ഈ പീഡക താരങ്ങൾക്ക് ഒരു വലിയ വളമായി മാറുന്നത്, അല്ലേ റോഷി? അരുൺകുമാർ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, അരുൺകുമാർ പറഞ്ഞതുപോലെ ഈ സിനിമാ മേഖലയിൽ ഒരു വലിയ നടൻ സ്ത്രീകളെ കീഴ്പ്പെടുത്തിയത് ആഘോഷിച്ച ഒരു ചരിത്രമുണ്ട്. അതിൻ്റെ നമ്പർ ആഘോഷിച്ച ഒരു ചരിത്രമുള്ള ഒരു മേഖലയാണ്. ഒപ്പം ഈ സ്ത്രീ പീഡനം മാത്രമല്ല, സ്ത്രീകൾക്ക് ഒട്ടും വില കൽപ്പിക്കാതെ സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി കാണുന്ന ഒരു സ്വഭാവം സിനിമാ മേഖലയിൽ വലിയൊരു വിഭാഗത്തിൻ്റെ. എല്ലാവരെയും അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. പുതുതലമുറ കൃത്യമായി നിലപാടെടുത്ത ആളുകളെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ആസഫ് അലി അതിൽ കൃത്യമായ നിലപാടെടുത്ത ഒരു സിനിമാ നടനാണ്. പരസ്യമായ നിലപാട് ഇന്നലെ തന്നെ സ്വീകരിച്ചു. അങ്ങനെ ഈ നടിമാർക്ക്, അതിജീവിതമാർക്ക്, പോരാട്ടം നടത്തുന്നവർക്ക് പരസ്യമായി പിന്തുണ നൽകുന്ന ആളുകൾ ഒട്ടേറെ പേരുണ്ട്. അവരെ നമുക്ക് ഈ ഘട്ടത്തിൽ മറക്കാൻ കഴിയില്ല. പക്ഷേ ഒരു വലിയ വിഭാഗം ഇങ്ങനെ ചൂഷണം നടത്തുന്ന ആളുകളായി, അവർ സ്ത്രീകളെ ലൈംഗിക ഉപഭോഗത്തിന് ഉപയോഗിക്കുന്ന ഒരു വസ്തുവായി മാത്രം കാണുന്ന പ്രമുഖ നടന്മാരുണ്ട്. അവരാണ് സത്യത്തിൽ, അവരുടെ മുഖമാണ് പിച്ച് ചീന്തപ്പെടേണ്ടത്. ഇതൊരു തൊഴിൽ മാത്രമല്ല, വലിയൊരു കലാമേഖലയാണ്. ആ മേഖലയിലുള്ളവർ സമൂഹത്തിന് മാതൃകയാണ്ട ഉത്തരവാദിത്വം കൂടെയുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ ശബ്ദമുയർത്തുന്ന വനിതകളാവട്ടെ പുരുഷന്മാരാവട്ടെ, അവർ അതോടുകൂടി ആ മേഖലയിൽ നിന്ന്
പൂർണ്ണമായി ഒഴിവാക്കപ്പെടുന്നു. അരുൺകുമാർ, ഞാൻ ഇങ്ങനെ ഒരു നിലപാട്, ഒരു പോരാട്ടത്തിന് എനിക്ക് ഊർജ്ജം തന്നത് 2021 ബാലചന്ദ്രകുമാർ എന്ന ഒരു മനുഷ്യനാണ്. അയാൾ നടിയാക്രമിക്കപ്പെട്ട കേസിൽ കുറേ തെളിവുകളുമായി എന്നെ സമീപിച്ചത് മുതൽ, റിപ്പോർട്ടർ ടിവിയെ സമീപിച്ചത് മുതൽ തുടങ്ങിയ ഒരു പോരാട്ടമാണ്. ഏതാണ്ട് കുറേ കാലമായി അതിന് പിന്നാലെയായിരുന്നു. അതിൽ ആ ഘട്ടത്തിൽ ചില സിനിമാ പ്രവർത്തകരായ ജൂനിയർ ആർട്ടിസ്റ്റുമാരടക്കം പറഞ്ഞ ഒരു കാര്യമാണ്, ദയവ് ചെയ്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ഒരു പോരാട്ടം നിങ്ങൾ നടത്തണം. ഇത് പുറത്തു വന്നാൽ ഒരു പക്ഷേ ഈ മേഖല ശുദ്ധീകരിക്കപ്പെടും, ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഈ കലാമേഖലയിൽ തുടരാൻ കഴിയുമെന്ന് പലവട്ടം പലർ വഴി എന്നെ പലരും, അതിൽ നിരന്തരം ഭാഗ്യലക്ഷ്മിയുണ്ട്, പലരുടെയും പേര് എനിക്ക് പറയാൻ കഴിയും, നിരന്തരം എന്നോട് ആവശ്യപ്പെട്ട ആളുകളുണ്ട്. അതിജീവിത പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പലരും ആവശ്യപ്പെട്ടു, പല പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾ ആവശ്യപ്പെട്ടു. അങ്ങനെ സ്വാഭാവികമായി അത് മനസ്സിൽ വെച്ചുകൊണ്ട് അവരുടെ സങ്കടകഥകൾ, അവർ ഇതുവരെ കാലം അനുഭവിച്ച വേദനകൾ പലരും തുറന്നു പറഞ്ഞു. ചില പ്രമുഖരായ നടന്മാർ അവരുടെ ഹോട്ടലിൻ്റെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ വാങ്ങി വെച്ച് ബോൾട്ട് ഇടാൻ പാടില്ല എന്ന ഒരു നിബന്ധന വെക്കുന്ന പ്രമുഖനായ ഒരു നടനൊക്കെയുണ്ട്. അവർ എന്നിട്ട് മറ്റു ചിലരെ, അവരുടെ ഡ്രൈവർമാരെ ആ മുറിയിലേക്ക് വിട്ട് പീഡനം നടത്തി അതിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കപ്പെട്ട സംഭവം വരെ സംസ്ഥാനത്ത് മലയാള സിനിമയിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ആ സിനിമാ നടിമാരുടെ പ്രതികരണം നമുക്ക് കൊടുക്കാൻ പറ്റാതെ അത് പിന്നീട് അവർ പ്രത്യാഘാതം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഭാഗങ്ങൾ മാത്രമല്ല, അതിലെ മൊഴികളും തെളിവുകളുമാണ് യഥാർത്ഥത്തിൽ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതും. ഈ മനോവൈകൃതങ്ങൾ ഒരു സിനിമാ മേഖലയിലെ അധികാര സ്ഥാനത്തിരിക്കുന്നവർ എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ച് ഇരകളെ കീഴ്പ്പെടുത്തി എന്നതിൻ്റെ ചരിത്രം അറിയാവുന്നത്. ഒരുപാട് താരങ്ങൾ ഔട്ടായിപ്പോയ ഒരു ചരിത്രമുണ്ട്. എനിക്കറിയാവുന്ന മറ്റൊരു ഒരു സുഹൃത്ത് നമ്മളോട് പറഞ്ഞ കഥയാണ്. നമ്മുടെ രാജ്യത്തെ ഒരു വലിയ പട്ടണത്തിൽ, ആ പട്ടണത്തിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ നായക നടനും നായിക നടിയും കൂടെ പോയി. അവിടെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ, കേരളത്തിലും ആ പഞ്ചനക്ഷത്ര ഹോട്ടലുണ്ട്, അത്തരം പഞ്ചനക്ഷത്ര ഹോട്ടലുകളുണ്ട് ആ പേരിൽ തന്നെ. അങ്ങനെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ, എയർപോർട്ടിനടുത്താണ്, അങ്ങനെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി അവിടെ നഗ്നയായി കിടക്കുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള റൂം ബോയിയെ വിളിച്ച് ഈ പറയുന്ന നായക നടൻ റൂമിലേക്ക് കയറ്റിയിട്ട് താങ്കൾക്കൊരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് രസിച്ചു എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയും ക്രൂരമായ മനോവൈകൃതങ്ങളുള്ള ആളുകൾ ഈ സിനിമാ മേഖലയിലുണ്ട് എന്നതാണ് നമ്മളെ ഞെട്ടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളൊക്കെ വരണം. ഇതൊന്നും നമുക്ക് പുറം സമൂഹത്തെ അറിയിക്കാൻ ഒരു പരിധിക്കപ്പുറം കഴിയാതെ പോയത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം പുറത്തു വരാത്തൊരു സാഹചര്യത്തിലും മാത്രമല്ല, ഈ നമ്മളുമായി ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ആളുകൾ അവരുടെ ഐഡൻറ്റിറ്റി ഒരിക്കലും പുറത്തു വരരുത് എന്ന ഒരു സൂചനയിലുമാണ്. കാരണം അതിനുശേഷം വരാൻ പോകുന്ന സൈബർ പോരാളികളുടെ ആക്രമണങ്ങൾ, അതിൽ നിന്നും ഈ പാവം പെൺകുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു പക്ഷേ നമ്മളോട് അല്പസമയത്തിനകം തുറന്ന് സംസാരിക്കാൻ പോകുന്ന രഞ്ജിനി ഈ കാര്യങ്ങളെല്ലാം ആ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ഞാൻ തീർച്ചയായും രഞ്ജിനി ഒരിക്കലും കുറ്റപ്പെടുത്താത്തതിൻ്റെ കാരണം നമ്മളോട് പലതവണ ഇത്തരം നടിമാർ വളരെ സ്നേഹത്തോടു കൂടി പങ്കുവെച്ച, വളരെ ആശങ്കയോടുകൂടി തന്നെ പങ്കുവെച്ച ചില കാര്യങ്ങളുണ്ട്. അതിലൊക്കെ അവർ ഭയക്കുന്നൊരു കാര്യം ഇവരെന്തിനും പോന്നവരാണ് എന്നുള്ളതാണ്. വലിയ മാഫിയ സംഘങ്ങളുണ്ട്, ഒരുപക്ഷെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന സാഹചര്യത്തിലെത്തിയേക്കാം. അങ്ങനെയാണല്ലോ ഒരു നടി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കേട്ടുകേൾവിയുണ്ടോ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളത്? അത് സംഭവിച്ചത് നമ്മുടെ ഈ കേരളത്തിൻ്റെ ചലച്ചിത്ര മേഖലയിലാണ് എന്ന് പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിലും അധികം കാര്യങ്ങൾ തെളിവുകളായിട്ടുണ്ട്.